ഇത് ഹുവാവി വാച്ച് D2 ഡി സീരീസിലെ സെക്കൻഡ് ജനറേഷൻ വാച്ചാണ്. ഇത് വെറും ഒരു സ്മാർട്ട് വാച്ച് അല്ല. കാണുമ്പോൾ അങ്ങനെയൊക്കെ തോന്നിയെങ്കിലും മറ്റ് സ്മാർട്ട് വാച്ചുകളിൽ കാണാത്ത ഒരു പ്രത്യേകത ഈ ഒരു സ്മാർട്ട് വാച്ച് അല്ലെങ്കിൽ ആ ഒരു ഡി സീരീസിനുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയുന്നതോടൊപ്പം ആ ഒരു പ്രത്യേകത ഞാൻ നിങ്ങൾക്ക് കാണിച്ചും കൂടി തരാം. ഈ ഒരു സ്ട്രാപ്പിൻ്റെ ഭാഗം ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കുക, എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളോ വരുന്നുണ്ടോ എന്ന്. അതായത് ഒരു എയർ ബാഗ് പോലത്തെ ഒരു കാര്യം ഇങ്ങനെ വരുന്നുണ്ട്. അതിങ്ങനെ മെല്ലെ മെല്ലെ വീർത്ത് വന്നിട്ട് എൻ്റെ ആ ഒരു വിരലിനെ ശരിക്കും ഒരു ടൈറ്റായിട്ട് വെക്കുന്നുണ്ട്. ഇപ്പം എന്താണ് ഈ ഒരു എയർ ബാഗ് എന്നും എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ആയിട്ടുണ്ട്. എനിവേ മറ്റു ചില സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡൊക്കെ പറയുന്ന കാര്യമുണ്ട്, ഈ ഇന്നൊവേഷൻ എന്നുള്ളത്. അതായത് മറ്റുള്ള ബ്രാൻഡുകൾ കണ്ടുപിടിച്ച കാര്യം 5-6 വർഷങ്ങൾ കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ചെറുതാക്കുകയല്ല, ഒന്ന് കളറൊക്കെ ഒന്ന് കൂട്ടി കുറക്കൊക്കെ ചെയ്തിട്ട് ഇന്നൊവേഷൻ എന്ന് പറയുന്ന പോലെയല്ല ഈ ഹുവാവി അല്ലെങ്കിൽ വാവേ എന്ന് പറയുന്ന ബ്രാൻഡ് എന്ന് പറയുന്നത്. ഈവൻ അത് വാച്ചിൻ്റെ കാര്യമാണെങ്കിലും ഈവൻ ഇപ്പോൾ ആ ഒരു 3 ഫോൾഡ് സ്മാർട്ട് ഫോണൊക്കെ ഇറക്കിയൊക്കെ ആ ഒരു ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും ഇന്നൊവേഷൻ എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനി തന്നെയാണ് ഈ ഒരു വാവേ എന്ന് പറയുന്നത്. എനിവേ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. എനിവേ ഈ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. ഈ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഞാൻ തുടക്കത്തിൽ കാണിച്ചിട്ടുള്ള ആ ഒരു എയർ ബാഗ് ആണ്. ആ ഒരു എയർ ബാഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വാച്ച് ഡി സീരീസിൽ മാത്രം കണ്ടുവരുന്ന ഒരു ഫീച്ചറാണ് ABPM, ആംബുലേറ്ററി ബ്ലഡ് പ്രഷർ മോണിറ്ററിങ്. ഈ ഒരു ഫീച്ചർ മറ്റൊരു സ്മാർട്ട് വാച്ചിലും ഞാൻ കണ്ടിട്ടില്ല. എനിവേ എന്താണ് ആ ഒരു ഫീച്ചർ എന്ന് ചുരുക്കി പറയാന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡ് പ്രഷർ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ ചില സ്മാർട്ട് വാച്ചിലൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അതൊരു മെഡിക്കൽ എക്യുപ്മെൻറ്റ് ചെക്ക് ചെയ്യുന്ന അത്രത്തോളം ആക്യുറസി ഇല്ല എന്നാണ് കമ്പനികൾ പറയുന്നത്. കാരണം ഈ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇതിൽ വെറും സെൻസേഴ്സ് മാത്രമല്ല, ഈവൻ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന സമയത്ത് ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു മെഡിക്കൽ എക്യുപ്മെൻറ്റ് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു എയർ ടൈറ്റ് ചെയ്യുന്നത് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ടൈറ്റ്നെസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ബ്ലഡിലുള്ള പ്രഷർ കറക്റ്റായിട്ട് ആ ഒരു മെഷീനിൽ അറിയാൻ സാധിക്കുന്നതാണ്. ആ ഒരു സെയിം മെക്കാനിസം തന്നെയാണ് ഈ ഒരു ചെറിയ വാച്ചിനുള്ളിൽ എയർ ബാഗ് എന്നുള്ള രീതിയിൽ അവർ വെച്ചിട്ടുള്ളത്. സെൻസർ പ്ലസ് ആ ഒരു എയർ ബാഗ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പ്രഷർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇത് നല്ല രീതിയിൽ ടൈറ്റ് ആവുകയും നമ്മൾ കൈ അനക്കാതെ ഈ ഒരു പൊസിഷനിൽ വെക്കുകയാണെങ്കിൽ, അതായത് ഹൃദയത്തോട് ചേർത്ത് നമ്മുടെ വാച്ച് വെക്കുകയാണെങ്കിൽ നല്ല ആക്യുറസി ആയിട്ട് അത് കൗണ്ട് ചെയ്യുകയും ശരിക്കും ഒരു മെഡിക്കൽ എക്യുപ്മെൻറ്റ് എത്രയാണോ ആക്യുറസി ആയിട്ട് പ്രവർത്തിക്കുന്നത് ഓൾമോസ്റ്റ് അത്ര തന്നെ ആക്യുറസി ആയിട്ട് നമുക്ക് നമ്മുടെ ബ്ലഡ് പ്രഷർ കൗണ്ട് ഇതിൽ അറിയാൻ സാധിക്കുമെന്നതാണ് ഈ ഒരു വാച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ശരിക്കും ഈ ഒരു സ്മാർട്ട് വാച്ച് ഏറ്റവും യൂസ്ഫുൾ ആകുന്ന ഈ ഒരു ഹൈപ്പർ ടെൻഷനുള്ള ആളുകൾക്കാണ്. ചില ആളുകളൊക്കെ ഈ ഒരു മെഡിക്കൽ എക്യുപ്മെൻറ്റ് വീട്ടിൽ വാങ്ങി വെക്കുന്ന കാണാം. ഇടയ്ക്ക് ഓരോരോ മണിക്കൂർ അല്ലെങ്കിൽ ചില സമയത്തൊക്കെ ഇടവിട്ട് ചെക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആണ് ഈ ഒരു സ്മാർട്ട് വാച്ച് എന്ന് പറയുന്നത്. കാരണം എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് എവറി 30 മിനിറ്റ്സ് അല്ലെങ്കിൽ എവറി ഹവർ എന്നുള്ള രീതിയിൽ നമുക്കിത് ആ ഒരു ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ മാനുവലായിട്ട് തന്നെ നമുക്കിത് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല ഇത് ഏത് സമയത്തും നമുക്ക് കെട്ടി നടക്കാവുന്നത് കൊണ്ട് തന്നെ ഈവൻ ഉറങ്ങുന്ന സമയത്താണെങ്കിൽ കൂടിയും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ ഒരു ഉറങ്ങുന്ന സമയത്ത് അല്ലെങ്കിലും ഏതൊരു സമയത്താണെങ്കിലും നമ്മുടെ ആ ഒരു ബ്ലഡ് പ്രഷർ ഓട്ടോമാറ്റിക് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ശരിക്കും ഇതൊരു മെഡിക്കൽ ഡാറ്റ എന്നുള്ള രീതിയിൽ തന്നെ നമുക്കിത് ഡോക്ടേഴ്സിനൊക്കെ കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ്. അവർക്ക് അത് അറിയാൻ സാധിക്കും എത്രത്തോളം വേരിയേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു ബ്ലഡ് പ്രഷറിൽ വരുന്നുണ്ട് എന്നുള്ള കാര്യം. അത് കുറച്ചും കൂടി അവർക്ക് യൂസ്ഫുൾ ആകുന്നതാണ്. അതുപോലെ തന്നെ ആ ഒരു ഹൈപ്പർ ടെൻഷനുള്ള ആളുകൾക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആകുന്ന ഒരു ഫീച്ചറായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഹുവാവി ഹെൽത്ത് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലൂടെ ഇതൊക്കെ നമുക്ക് മോണിറ്റർ ചെയ്തിട്ട് നമുക്ക് തന്നെ അനലൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ് എത്രത്തോളം വേരിയേഷനും കാര്യങ്ങളും നമ്മുടെ ബ്ലഡ് പ്രഷറിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നത് ഇതൊരു ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിവേ ഇതുകൂടാതെ തന്നെ ECG എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി നമുക്ക് ഈ ഒരു വാച്ചിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഈ ഒരു താഴെ കാണുന്ന ഈ ഒരു ബട്ടൺ എന്ന് പറയുന്നത് ചുമ്മാ ഒരു ഫംഗ്ഷൻ ബട്ടൺ മാത്രമല്ല, ഇവിടെ നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 30 സെക്കൻഡ്സ് കൊണ്ട് നമുക്ക് നമ്മുടെ ECG കൂടി ഇതിൽ അറിയാൻ സാധിക്കുന്നതാണ്. ഇതോടൊപ്പം തന്നെ ഒട്ടനവധി മറ്റുള്ള സ്മാർട്ട് വാച്ചുകളൊക്കെ കാണുന്ന തരത്തിലുള്ള ഓൾ ഡേയ്സ് SpO2, അതുപോലെ തന്നെ സ്ട്രെസ് മോണിറ്ററിങ്, സ്ലീപ്പ് മോണിറ്ററിങ്, അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി ഫീച്ചേഴ്സ് 84+ എക്സസൈസ് മോഡ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്മാർട്ട് വാച്ചിലുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയാത്തത് ഇതൊക്കെ മറ്റ് ഒട്ടുമിക്ക സ്മാർട്ട് വാച്ചിലും കാണുന്നത് കൊണ്ട് തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള ഒരു പക്ഷേ നമ്മുടെ ജീവൻ പോലും രക്ഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫീച്ചറായിട്ട് തന്നെയാണ് ഈ ഒരു ABPM എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് ഈ ഒരു സ്മാർട്ട് വാച്ച് യൂസ് ചെയ്തുകൊണ്ട് ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ ECG ശരിയായ രീതിയിൽ ചെക്ക് ചെയ്യുന്നത് കമ്പനി പറയുന്നത് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് റിലാക്സ് ചെയ്ത് ഇരുന്നതിന് ശേഷം നമ്മുടെ ആ ഒരു ഹാർട്ടിൻ്റെ ആ ഒരു ലെവലിൽ നമ്മുടെ വാച്ച് വരത്തക്ക രീതിയിൽ നമ്മൾ കൈവെക്കുകയും അതിനുശേഷം ആ ഒരു ബ്ലഡ് പ്രഷർ നമുക്ക് മെഷർ ചെയ്താൽ ഒരു 30 to 50 സെക്കൻഡ് കൊണ്ട് അത് മെഷർ ചെയ്യുന്നതാണ്. ഇനി ECGയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ
ഏതെങ്കിലും ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള പ്ലേസിൽ നമ്മുടെ കൈ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുകയും ഈ ഒരു ഫംഗ്ഷൻ കീ, അതായത് ഈ ഒരു താഴെയുള്ള കീയിൽ 30 സെക്കൻഡ്സോളം ജസ്റ്റ് ഒന്ന് ഫിംഗർ ടാപ്പ് ചെയ്യുക. അല്ലാതെ പ്രസ് ചെയ്യേണ്ട ആവശ്യ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ട് ഒരു 30 സെക്കൻഡ്സോളം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ECG ലഭിക്കുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ശരിയായ പ്രോപ്പറായിട്ടുള്ള വേ എന്നാണ് കമ്പനി പറയുന്നത്. ഇനി സ്പെസിഫിക്കേഷനിലൂടെ ഒന്ന് കണ്ണോടിച്ച് നോക്കുകയാണെങ്കിൽ 2 കളേഴ്സിലാണ് ഈ ഒരു വാച്ച് അവൈലബിൾ ആകുന്നത്. ബ്ലാക്ക്, അതുകൂടാതെ ഗോൾഡിൽ 1.82 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വെളിയിൽ പോയാൽ ഏത് സിറ്റുവേഷനിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ഇതിൽ റീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ബ്ലൂടൂത്തിൻ്റെ 5.2 ആണ് വരുന്നത്. NFC ഇതിൽ സപ്പോർട്ടാണ്, പക്ഷേ ഡിപ്പെൻസ് ഓൺ റീജിയൻ എന്നുള്ള രീതിയിലായതുകൊണ്ട് തന്നെ എല്ലാ രാജ്യത്തും NFC ഇതിൽ സപ്പോർട്ട് ആവുന്നതല്ല. IP68 റേറ്റഡോട് കൂടിയുള്ള വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് ഈ ഒരു സ്മാർട്ട് വാച്ച് എന്ന് പറയുന്നത്. 6 ഡേയ്സ് ബാറ്ററി, 6 ദിവസത്തെ ബാറ്ററി ലൈഫാണ് പറയുന്നത്. അത് ABPM എനേബിൾ ചെയ്തിട്ടാണെങ്കിൽ 1 ദിവസത്തെ ബാറ്ററി ലൈഫാണ് കമ്പനി പറയുന്നത്. പിന്നെ ഹുവാവി ഹെൽത്ത് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാനും അതുപോലെ തന്നെ അനലൈസ് ചെയ്യാനും അതുപോലെ തന്നെ ഒരുപാട് ഫംഗ്ഷൻസ് എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും വാച്ച് ഫേസസ് മാറ്റാനും അതുപോലെ സ്ലീപ്പ് മോണിറ്ററിങ്, സ്ട്രെസ് മോണിറ്ററിങ്, ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, അതുപോലെ ഒട്ടനവധി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അതിലൂടെ അനലൈസ് അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യാൻ കൂടി സാധിക്കുന്നതാണ്. ഈ ഒരു വാച്ച് D2യുടെ പ്രൈസ് ഞാൻ പറഞ്ഞുതരാം. പ്രൈസ് കേട്ടതിന് ശേഷം BP കുറയാനോ കൂടാനൊന്നും നിൽക്കണ്ട. 1419 ഖത്തറിയാലാണ് ഒഫീഷ്യലി പ്രൈസ് വരുന്നത്. ഏകദേശം ഇന്ത്യയുടെ 35,000 രൂപ. ഈ ഒരു പ്രൈസിൽ വെർത്താണോ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ഉത്തരേ ഉള്ളൂ. ജീവൻ്റെ വില നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ചിലർക്കിത് വെർത്താവാം, ചിലർക്കിത് പോസ്റ്റ് ആവാം. എനിവേ, നിങ്ങളൊരു സാധാരണ സ്മാർട്ട് വാച്ച് ആണ് തേടുന്നതെങ്കിൽ 100 കണക്കിന് ഓപ്ഷൻസും കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് അതിലേതെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്. അതല്ല, ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഹൈപ്പർ ടെൻഷന് ഉള്ള ആളുകൾ, ഈ പറഞ്ഞിട്ടുള്ള ഈ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് കയ്യിൽ കൊണ്ട് നടക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വാച്ച് നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. കാരണം വലിയ വെയിറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. 24 മണിക്കൂർ നമ്മുടെ കയ്യിൽ കെട്ടിക്കൊണ്ട് നടക്കാവുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ് ഇത്. ഒരു പക്ഷേ നിങ്ങളുടെ ഈ പറഞ്ഞിട്ടുള്ള ജീവന് തന്നെ സുരക്ഷ നൽകുന്ന ഒരു എക്യുപ്മെൻ്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങാൻ പറ്റുന്ന ഒരു വാച്ച് തന്നെയാണിത്. എനിവേ, എന്താണ് ഈ ഒരു വാച്ചിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും ആ ഒരു കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. ഇതുപോലുള്ള പുതിയൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.